എല്ലാ മാസവും 1-ാം തീയതി എനിക്കൊരു 100 രൂപ വെച്ച് വരും. മണി ഓർഡർ. പോസ്റ്റ് ഓഫീസിൽ ചെല്ലും 1-ാം തീയതി ചെല്ലുമ്പം അവിടെ 100 രൂപ ഉണ്ടാവും. ആരയക്കുന്ന അറിയത്തില്ല. നസീർ സാർ അയക്കുന്നത്. അവിടെ നിന്ന് അയക്കുന്നത്. പക്ഷെ അത് ഇത്ര കൃത്യമായിട്ട് എല്ലാ മാസവും സായികുമാറിന് 100 രൂപ അയക്കാൻ ഇദ്ദേഹത്തിന് എവിടെ സമയം? അപ്പൊ പിന്നെ പഠനം എന്തായാലും തുടർന്നു. SLC ആദ്യം തോറ്റുപോയി. പിന്നെ അത് കഴിഞ്ഞ് തോറ്റുപോയി. 210 കിട്ടിയില്ല. അല്ല, തോറ്റുപോകാൻ കാരണം എന്ന് വെച്ചാൽ പരീക്ഷ എഴുതിയാലല്ലേ ജയിക്കുള്ളൂ. അപ്പൊ സിനിമ മോഹം കിട്ടോ? ഇല്ല, എനിക്ക് അന്ന് നേരത്തെയും സിനിമയിൽ അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് സത്യത്തിൽ അഭിനയിക്കണമെന്നേ ആഗ്രഹമുണ്ട്. എനിക്കൊരു പോലീസ് ഓഫീസർ ആവണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ ആഗ്രഹം. അച്ഛൻ പറഞ്ഞു, നീ അഭിനയിക്കാതിരിക്കുമോ നിൻ്റെ ഇഷ്ടം. പക്ഷേ തൊബിൽ ബാസി എന്ന് പറഞ്ഞ വലിയൊരു കലാകാരനാണ്. അയാൾ നിൻ്റെ അച്ഛനായ എന്നെ വിളിച്ചിട്ട് നിന്നെ അങ്ങോട്ടൊന്ന് അയക്കണം എന്ന് പറയുമ്പോൾ പോവാതിരിക്കുക എന്ന് പറയുന്നത് നല്ലതല്ല. അപ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചു, ഫാസിൽ സാർ അതെ നായകനായി സാറിൻ്റെ പടത്തിൽ ഈ നാടകത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ വിളിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒരു 2001 രൂപ ഫാസിൽ സാർ എനിക്ക് അഡ്വാൻസ് ചെയ്തു. ഫൈറ്റ്, ഡാൻസ് കാര്യങ്ങൾ ഒക്കെ ലാലിൻ്റെ സംഭവത്തിലൂടെ പോകും. തമാശ സിദ്ദിഖിനേതോ സെന്റിമെന്റ്സ് ലാലും സിദ്ദിഖും അപാര കഴിവാണ്. ആദ്യ സിനിമ തന്നെ സൂപ്പർ ഹിറ്റ് ആവും. ആദ്യ സിനിമയും സൂപ്പർ ഹിറ്റ് ഒന്നും ആയില്ല. അപ്പോ 7 ദിവസമൊന്നും ആളെ ഉണ്ടായിരുന്നില്ല. ഒറ്റ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഒരു എൻഫീൽഡ് ഉണ്ടായിരുന്നു. ഞാൻ അതും എടുത്തുകൊണ്ട് നേരെ ചിന്നക്കട പെട്രോൾ പമ്പിൽ ഒന്ന് ഡീസൽ അടിക്കാൻ നിന്നപ്പോൾ ബാലകൃഷ്ണ എന്നൊരു വിളി കേൾക്കുന്നത്. ഞാൻ നോക്കുമ്പം ഈ തിയേറ്ററിൽ നിന്ന് കംപ്ലീറ്റ് ആൾക്കാർ ഇങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് കൂടിയിട്ട് ചിന്നക്കട അങ്ങോട്ട് ബ്ലോക്കായിട്ട് അവസാനം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്നിട്ട് എന്നെ എടുത്ത് ജീപ്പിനകത്തും കയറ്റി ബൈക്ക് ഓടിച്ചുകൊണ്ട് പുറകെ വന്നിട്ട് ഒരു വൃത്തിയുടെ പരിപാടി കാണിക്കരുത് മേലിൽ. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് എന്താ പറ്റിയത്. പിന്നെ ഞാൻ ബാബുവിനെ വിളിച്ചപ്പോൾ ബാബു പറയുന്നത്, അണ്ണാ സൂപ്പർ ഹിറ്റ് അണ്ണാ. ഞാൻ സജനോട് ചോദിച്ചിട്ടൊരു കാര്യം, അച്ഛൻ ഒരു ടൈപ്പായിരുന്നല്ലോ. അച്ഛൻ്റെ മകനെ സിനിമയെ കൊണ്ടുവരാൻ വേണ്ടി താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ താല്പര്യമില്ലായകയല്ല, എൻ്റെ പേര് പറഞ്ഞ് ചാൻസ് ചോദിക്കരുത്. അതേ പറഞ്ഞിട്ടുണ്ട്. അത് നിൻ്റെ ഇഷ്ടമുള്ള മേഖല ഏതാണെന്ന് വെച്ചാൽ അഭിനയിച്ചോളൂ, അഭിനയിക്കുന്നത് ഇഷ്ടം. പക്ഷേ ഞാൻ ശ്രീധരൻ നായരുടെ മോനാണ്, അതിൻ്റെ പേര് എനിക്കൊരു ചാൻസ് തരൂ എന്ന് ചോദിച്ചു പോകരുത്. ഭവൻ സാഹിത്യം ഒരിക്കലും ശുപാർശ ചെയ്തിട്ടില്ല. ഈ പറയുന്ന നസീർ അടക്കം സകലരെ പരിചയമുണ്ടെങ്കിലും എല്ലാ സംവിധായകരുണ്ടെങ്കിലും ആരോടും പറയത്തില്ല. എങ്ങനെ പിന്നെ ഈ ബാലതാരമായിട്ട് എത്തപ്പെട്ടത്? ഈ വീട്ടിൽ വന്ന പരിചയത്തിന് വിളിച്ചാണോ? അല്ലല്ല, ഞാൻ വിടരുന്ന മുട്ടുകൾ എന്ന് പറഞ്ഞ പടത്തിലാണ് 1975 ആദ്യം ഞാൻ അഭിനയിക്കുന്നത്. എത്ര വയസ്സുണ്ടോ? അന്ന് ഒരു 7ാം ക്ലാസ്സിൽ. അതെങ്ങനെ ഉണ്ടായി? അത് സ്കൂളിൽ ഈ സ്കൂൾ തലങ്ങളിൽ മത്സരം ഉണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ പേര്? യുവജനോത്സവം. പിള്ളേരുടെ എല്ലാ സ്ഥലത്തു നിന്നും ഒരു സ്കൂളിൽ നിന്ന് യുവജനോത്സവം, ജില്ലാ യുവജനോത്സവം ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ഒരേ സംഭവം തന്നെ. അച്ഛൻ, മോന്, അമ്മ. മോണാക്ട് ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ പെർഫോം ചെയ്യണം. മോണാക്ട്. അപ്പം ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത്. അതെ, അത് മധുസാറൊക്കെ ആയിരുന്നു അതിൻ്റെ. അപ്പം സാറായിരുന്നു ഇതിൻ്റെ ജഡ്ജ്മെൻറ്റിലുണ്ടായിരുന്നത്. സാറും മെർലാൻഡ് സുബ്രഹ്മണ്യം മുതലാളിയും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരായിരുന്നു അതിൻ്റെ ജഡ്ജസായിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഇതിൽ സെലക്ട് ചെയ്തു. ഞങ്ങളുടെ കൊട്ടാരക്കര UPA സ്കൂൾ, പടിഞ്ഞാറ്റങ്കര UPA സ്കൂളിൽ നിന്ന്, ഗവൺമെൻറ് UPA സ്കൂളിൽ നിന്ന് രാഘവൻപിള്ള സാറ് എൻ്റെ പേര് കൊടുക്കുകയും ഇത് അവിടെ വെച്ച് പഠിപ്പിക്കുകയും ഞാൻ അവിടെ ചെല്ലുകയും ഒരു 100-150 പിള്ളേർ കൂടുതലുണ്ട്. എല്ലാവരും നിന്ന് പെർഫോം ചെയ്യും. ജോസ് എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തുള്ളൊരു ഒരു പയ്യനാണ് ഫസ്റ്റ് പ്രൈസ്, എനിക്ക് സെക്കൻഡ് പ്രൈസ്. പിന്നെ ലാനി എന്ന് പറഞ്ഞിട്ടൊരു അതിനകത്ത് ഉണ്ടായിരുന്നൊരു ഉണ്ട്, അവനും വേറെ വിഭാഗത്തിനകത്ത് അവന് പ്രൈസ്. നമ്മുടെ രാജീവ് രംഗനൊക്കെ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ മത്സരിക്കാനുണ്ടായിരുന്ന ആൾക്കാരൊക്കെയാണ്. അങ്ങനെയാണ് സിനിമയിലേക്ക്. അപ്പം മെർലാൻഡ് ഒരു സിനിമ എടുക്കാൻ ഉദ്ദേശിക്കുന്നു, കുട്ടികളെ വെച്ചിട്ടൊരു ചിത്രം എടുക്കാം എന്ന് പറയുന്നു. അങ്ങനെ വിടരുന്ന മുട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിമാണ് ആദ്യമായിട്ട് ഞാൻ ക്യാമറ. ഈ സുബ്രഹ്മണ്യനാണ് ചോദിക്കുന്നത്, അഭിനയിക്കുന്നു ചോദിക്കുന്നത് സുബ്രഹ്മണ്യം മുതലാളിയാണ്? അല്ല, അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമ നിർമ്മിക്കുന്നു ഇതിനകത്തുള്ള കുട്ടികളെ വെച്ചിട്ട്. അതെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴാണ് ഇത് ആരൊക്കെയാണ് എവിടേക്കാണ് അഡ്രസ്സ് മറ്റേ ചോദിച്ചപ്പോൾ ഇത് ശ്രീധരൻ നായരുടെ മകനാണ്. ശ്രീധര ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അച്ഛൻ പറഞ്ഞു
അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇതിനിടയ്ക്ക് ചുമ്മാ അങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഈ സ്വഭാവമൊക്കെ മാറിയിട്ട് ചിലപ്പം ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പഠിത്തവും കാണത്തില്ല, അതും കാണത്തില്ല, ഇതും കാണത്തില്ല. പറഞ്ഞ് പിള്ളേരുടെ ഒരു സംഭവമല്ലേ എന്ന് പറഞ്ഞു. പിന്നെ മധുസാർ വിളിച്ചു. അപ്പം അങ്ങനെ പിന്നെ പ്രധാനമായിട്ടും പോകാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ നമ്മുടെ ജോഷി സാറായിരുന്നു. ഓ ശരി. അപ്പം ഈ പിള്ളേരുടെ സിനിമ അന്ന് ഫിയറ്റ് കാറിൽ വരുന്ന അസോസിയേറ്റ് ഡയറക്ടർ ജോഷിയേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പം ജോഷിയേട്ടൻ അച്ഛനുമായിട്ടൊക്കെ എൻ്റെ അച്ഛൻ അറിയാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, ജോഷി നീ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ജോഷി സാറിൻ്റെ കാരണത്തായിരുന്നു ഞാൻ പോവുകയും ജോഷി സാറിൻ്റെ മുറിയിലായിരുന്നു അന്ന് മുതൽ ഞാൻ കിടക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആദ്യം ബാലതാരമായപ്പോഴേ അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കഥ അറിയാതെ എന്നൊരു പടം ചെയ്തു, ഇതൊരു ജീവിതം എന്നൊരു പടം ചെയ്തു. അങ്ങനെ കുറെ ചെയ്തതല്ലാതെ ശ്രദ്ധിക്കപ്പെട്ടില്ല. പുഷ് ചെയ്തില്ല അതാണ് അതിന്റെ സത്യം. പിന്നെ പഠിക്കാൻ ഉള്ള സംഭവത്തിലേക്കൊക്കെ പോയി. പിന്നെ കഥ അറിയാതെ നസീർ സാറൊക്കെ അഭിപ്രായം പറഞ്ഞു. നസീർ സാർ ഇല്ല, അദ്ദേഹം ശ്രദ്ധിച്ചു കാണത്തില്ല. ഒന്നാമത്തെ കാര്യം മദ്രാസിൽ താമസിക്കുന്നുണ്ട്, ഈ വക സിനിമകളൊന്നും ഇവിടെ കാണുന്നില്ല, ഇതുമാതിരി തിയേറ്ററിലില്ല. പിന്നെ അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയത്തില്ലായിരിക്കും. പിന്നെ നസീർ സാറിൻ്റെ സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു വിഷുവോ 1-ാം തീയതി ഏതാണ്ട് ദിവസം വന്ന് അവിടെ നിന്ന് പോയിട്ടതിന് ശേഷം എനിക്ക് എൻ്റെ കയ്യിൽ ഒരു 100 രൂപ തന്നു. ഒരു വലിയ നമ്മുടെ പഴയ വലിയ 100 രൂപ അതിൻ്റെ ഉണ്ടായിരുന്നു. എൻ്റെ ഇത് പോയി, അത് അവിടെ ആയിപ്പോയി. അത് ഭയങ്കര കഷ്ടമായി പോയി. വെള്ളത്തിലല്ല, അതിനു മുമ്പ് ഞാൻ വെള്ളത്തിലായിരത്തോട്ട് പോയി. അതൊക്കെ അപ്പം അതും എടുത്ത് കൊടുത്ത് കാണും. അതും അവിടെ വെച്ചിരുന്ന. അപ്പം അതും കൂടെ അങ്ങ് കൊണ്ടുപോയി. അപ്പം ഞാൻ തന്നിട്ട് പറഞ്ഞു അങ്കിളിനെ പോലെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അതിനുശേഷം എല്ലാ മാസവും 1-ാം തീയതി എനിക്കൊരു 100 രൂപ വെച്ച് വരുമായിരുന്നു. ഏതാണ്ട് മണി ഓർഡർ പോസ്റ്റ് ഓഫീസിൽ ചെല്ലും. 1-ാം തീയതി ചെല്ലുമ്പം അവിടെ 100 രൂപ ഉണ്ടാവും. നസീർ സാർ അയക്കുന്നത്, അവിടെ നിന്ന് അയക്കുന്നത്. പക്ഷെ അത് ഇത്ര കൃത്യമായിട്ട് എല്ലാ മാസവും സായികുമാറിന് 100 രൂപ അയക്കാൻ ഇദ്ദേഹത്തിന് എവിടെ സമയം? അപ്പോൾ എന്തോ രീതിയിലാണ് അദ്ദേഹം ബാങ്കുമായിട്ട് അന്ന് സംസാരിച്ച് ഇതാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അച്ഛനും അറിയത്തില്ല. പണം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അന്ന് പറഞ്ഞ നമ്മുടെ ചെയ്ത പൈസ അങ്ങോട്ട് പോകില്ലേ, പാവപ്പാടം കിട്ടുന്ന അന്നൊക്കെ 100 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവാ. ഞാൻ അവിടെ പോയിട്ട് അതിൻ്റെ ഒരു 25 രൂപയ്ക്ക് ഷൂ ഒക്കെ കിട്ടുന്ന സമയം അതൊക്കെ എടുത്ത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛാ അതൊന്നും വേണ്ട, ആരൊന്നും പറഞ്ഞില്ല. വളരെ ലേറ്റായിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് അപ്പം 1-ാം തീയതി ആകുമ്പോൾ ഞാൻ രാവിലെ പോസ്റ്റ് ഓഫീസിലുണ്ടോ, ഞാൻ പോസ്റ്റ് ഓഫീസ് അങ്ങനെ കറങ്ങി വന്നിട്ടേ ആദ്യം അതിലേക്കൂടെ വന്ന് വീട്ടിൽ കൊടുത്തിട്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് അപ്പം അതുകൊണ്ട് അറിയരുത്. അപ്പോൾ 1-ാം തീയതി രാവിലെ പോസ്റ്റ് ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് ഞാൻ പോസ്റ്റ് ഓഫീസിന് മുമ്പ് ഉണ്ടാവും. അങ്ങനെയാ. അപ്പോൾ അതുകൊണ്ട് അത് പൈസ എങ്ങനെ അയക്കരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹം മരിക്കുന്നതിന് ഒരു 2 മാസവും കേട്ടായപ്പോഴാണ് അത് നിന്നത്. അതുവരെ റെഗുലറായിട്ട് അയക്കുമായിരുന്നു. ഈ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ പിന്നീട് കണ്ടപ്പോൾ? അതിനുശേഷം വീട്ടിൽ വന്നിട്ടുണ്ടാവില്ലേ? വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം ചോദിച്ചിട്ടുണ്ട്? അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല, കിട്ടിയെന്ന് പറഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിന് അറിയാൻ ഞാൻ വാങ്ങിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലൊരു കൗണ്ടർ ഇതുണ്ടല്ലോ, അത് ഒപ്പിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഈ സാധനം നേരെ അവിടെ ചെല്ലും. അപ്പം അത് അദ്ദേഹം ചിലപ്പോൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ടാവാം. പക്ഷെ കൃത്യമായിട്ട് അത് എത്തുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് അത്ഭുതമാണല്ലോ, അച്ഛനോടും പറഞ്ഞിട്ടില്ല. വളരെ വളരെ ലേറ്റായതിനു ശേഷമാണ് ഇത്. സാറിന് സുഖമില്ലാതെ ആയൊക്കെ വന്ന സമയങ്ങളിലൊക്കെയാണ് വീട്ടിലൊക്കെ ഞാനന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നു, അത് അടഞ്ഞു പോയി എന്ന് പറഞ്ഞത്. പക്ഷെ നസീർ അസുഖമായിരുന്നപ്പോൾ അതെ അതിൻ്റെ എന്തോ സംഭവമാണ്. അപ്പോഴത്തേക്ക് ഏതാണ്ട് ഇവരുടെ സ്വത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗം ചെയ്യുമോ ഏതാണ്ടൊക്കെ സംഭവം ഉണ്ടായല്ലോ. ഈ മറ്റേ സഹോദരങ്ങൾക്ക് എല്ലാം കൂടെ പോയപ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ഫണ്ടെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോഴായിരിക്കും അത് പോയത്. എന്തോ അച്ഛൻ എന്നാ വിവരം അറിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടാണോ, എനിക്ക് അയച്ചു തന്നോട്ടിരുന്നത്. അല്ല, എന്നിട്ടും സിനിമയിലേക്ക് നസീർ സാർ ഒന്നും ചോദിച്ചിട്ടില്ല, വരുന്നില്ലേടാന്ന് ചോദിച്ചു? ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ മിക്കവാറും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും പോകണ്ട. മേ ബി അതായിരിക്കും ചിലപ്പോൾ. പഠിക്കട്ടെ അങ്ങനെ പറഞ്ഞു കാണും. അപ്പോൾ പിന്നെ പഠനം എന്തായാലും തുടർന്നു. ഞാൻ SLC കഴിഞ്ഞു. SLC ആദ്യം തോറ്റുപോയി. പിന്നെ അത് കഴിഞ്ഞ് തോറ്റുപോയി. 210 കിട്ടിയില്ല. അല്ല, തോറ്റുപോകാൻ കാരണം എന്ന് വെച്ചാൽ പരീക്ഷ എഴുതിയാലല്ലേ ജയിക്കുള്ളൂ. 100 രൂപയാണോ അതിൻ്റെ കാരണം? അല്ലല്ല, 100 രൂപയല്ല കാരണം. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞങ്ങൾ സൈക്കിളിൽ പോകുമായിരുന്നു. സൈക്കിളിൽ കൊട്ടാരക്കരയിൽ നിന്ന് പുത്തൂർ വരെ സൈക്കിളിൽ ഓട്ടുന്നതിൻ്റെ അഹങ്കാരം ഒന്ന് ആലോചിച്ച് നോക്കണം. അവൾ ചവിട്ടി വരിക. അത് പുത്തൂരായിരുന്നു പഠിച്ചിരുന്നത്. ഞാൻ വെണ്ടാറാണ് പഠിച്ചിരുന്നത്. അപ്പം ഞാൻ സൈക്കിളിനകത്ത് ഞങ്ങൾ 3 പേര് 3 സൈക്കിളിൽ വരിക. വന്ന് കോട്ടാത്തല എന്ന് പറഞ്ഞ ഭാഗത്തെത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററൂടെ ഉള്ളൂ സ്കൂള്. നല്ല ഇറക്കമായിരുന്നു. ഇറങ്ങിപ്പോയ വഴിക്ക് എൻ്റെ സൈക്കിള് ഒരു കട്ടറിനകത്ത് ചാടിയിട്ട് അതിലേക്കൂടെ മീനും കൊണ്ട് പോയൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെ കൊണ്ടിട്ട് ബാക്കിലോട്ട് ഇട്ടി കൊടുത്ത് ഇവരും വീണ് അവരുടെ നെറ്റിയൊക്കെ പൊട്ടി ആകപ്പാട് പ്രശ്നമായി. ഉള്ള മത്തിയും ചാളയും എല്ലാം കൂടെ റോഡിലും വീണ് അവരെഴുന്നേറ്റിരുന്ന് പ്രാവി ചീത്ത വിളിയും കാര്യങ്ങളുമായി. അവസാനം ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കലോ ആൾക്കാരെല്ലാം കൂടെ കൂടുതലും എല്ലാം കൂടെ ആയിട്ട് അന്ന് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പിന്നെ പരീക്ഷ എന്ന് പറഞ്ഞ് പോകും, എഴുതിയിട്ട് കാര്യമില്ല. അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എഴുതിയെടുത്തു. എഴുതിയെടുത്തിട്ട് പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രി ചേർന്നപ്പോൾ അവിടെ വെച്ചൊരു സംഭവം, ഞാൻ ആ കോളേജിൻ്റെ പേര് ഇപ്പോൾ പറയുന്നില്ല, എന്ന് വെച്ചാൽ വേറെ ഒന്നുണ്ടല്ലോ, അവിടെ നടന്നൊരു സംഭവമാണ്. അവിടെ മുകളിലാണ് ലാബ്. അപ്പം സയൻസ് ഗ്രൂപ്പ് ആയിരുന്നോ? ഞാൻ സയൻസ് എടുത്തത്. സെക്കൻഡ്. അപ്പം ഞാൻ ഫസ്റ്റ് ഇയറാണ്. അപ്പം ഞാൻ അത് സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടിയോ? ഈ 10ാം ക്ലാസ് രണ്ടാമത് എഴുതി പാസ്സായി? എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് 360 മാർക്കോളം. അപ്പം ഞാൻ അവിടുന്ന് കയറി ഞാൻ ലാബിലോട്ട് പോവുക. അപ്പോൾ അവിടെ മുകളിൽ എന്തൊക്കെയോ ഭയങ്കര വിഷയങ്ങൾ നടക്കുന്നു, തള്ളൽ പിടിക്കലൊക്കെ. ഞാൻ അറിഞ്ഞില്ല. ഞാൻ കയറി മുകളിലോട്ട് പോയപ്പോൾ അവിടുന്ന് ഒരു ഗ്രൂപ്പ് ആൾക്കാർ പിടിച്ച് തള്ളലും. എന്നുവെച്ചാൽ അവിടെ KSU ഇല്ലായിരുന്നില്ല, SFI മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ KSU യൂണിയൻ അതിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാനോ നോമിനേഷൻ കൊടുക്കാനോ നിന്നതിൻ്റെ പേരിലും കണ്ടുള്ള അടിപിടിയാണ്. ഈ തട്ടലിൻ്റെ മുട്ടലിൻ്റെ ഇടയ്ക്ക് ഞാൻ തെറിച്ചത് വീണ് ഞാൻ ആരൻ്റെ കയറി പിടിച്ച് താഴെ വന്നു. താഴെ വൈസ് പ്രിൻസിപ്പാളായിരുന്നു. അച്ഛൻ്റെ ലോഹം മൊത്തം കീറിപ്പോയി. അച്ഛൻ്റെ ലോഹം മൊത്തം കീറിപ്പോയിട്ട് അച്ഛന് ചമ്മൽ വന്നതല്ല, അച്ഛനകത്തിട്ടുന്ന ബനിയനകത്തൊരു 3-4 കുഴി ഉണ്ടായിരുന്നു. അച്ഛൻ അതായിരുന്നു സങ്കടം. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് പെണ്ണുങ്ങളും ആണുങ്ങളോട് നിൽക്കല്ലേ. അച്ഛൻ വിളറി വെളുത്തിട്ടത്. എന്നെ ഒരു നോട്ടം നോക്കി എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചോണ്ട് കയറി ഓഫീസിലോട്ട് പോയിട്ട് എൻ്റെ അടുത്ത് പുറത്താക്കി പോക്കോ കാര്യോട്ട് ഇറങ്ങണോ. അങ്ങനെ ഇറങ്ങി ആ ഓവറിൽ വന്ന് പഠിച്ചത്. ട്രിവാൻഡ്രം ഓവർ അടിങ്ങുന്ന സ്ഥലമാണല്ലോ അവിടെ, പാർലക്കോളേജ്. അവിടെ നിന്ന് പഠിച്ചിരിക്കുന്നപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ വി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പോയി. അങ്ങനെ അത് ഡിഗ്രി ഇവിടുന്ന് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഇവിടെ പോയി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഡിഗ്രിക്ക് പോയില്ല. ഇതിനിടയിൽ ഈ അപ്പം സിനിമ മോഹം വിട്ടോ? ഇല്ല, എനിക്ക് അന്ന് നേരത്തെയും സിനിമയിൽ അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് സത്യത്തിൽ അഭിനയിക്കണമെന്നേ ആഗ്രഹമുണ്ട്. എനിക്കൊരു പോലീസ് ഓഫീസർ ആവണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ ആഗ്രഹം. ട്രൈ ചെയ്തെന്ന് വെച്ചാൽ അതിനു മുമ്പ് ഞാൻ ഈ നാടകത്തിലേക്കൊക്കെ ഇറങ്ങി പോയി. തോപ്പിൽ ബാസ് സാറ് കാല് മുറിച്ചതിന് ശേഷമാണ് അദ്ദേഹം കൊട്ടാരക്കര ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ അവിടെ ഒരു സംഘർഷം ഉണ്ടായി രാഷ്ട്രീയക്കാർ തമ്മിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വടി 2 അവിടെ ഓലയിൽ ചാരി വെച്ചൊക്കെയായിരുന്നു സൈഡിൽ. അല്ല, അത് അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് അപ്പോൾ ഇദ്ദേഹം മാത്രം നടക്കാൻ വയ്യാതിരിക്കുമ്പോൾ ഞാനും രാജു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇദ്ദേഹത്തിനെ എടുത്തുകൊണ്ടാണ് കൊട്ടാരക്കര സുരേന്ദ്ര നഗർ പാർട്ടി ഓഫീസിനകത്ത് കൊണ്ടിരിക്കുന്നത്. അപ്പം പുള്ളി ഉണ്ടെങ്കിൽ നോക്കി പറഞ്ഞ് ചിരിച്ചു മുറുക്കാനൊക്കെ ഉണ്ട്. ആരാണെന്നും ഞാനും പറയാൻ പോയില്ല. അങ്ങനെ ഭഗവാൻ കാലമാർന്ന നാടകം KPC കളിച്ചു. അത് നമ്മുടെ പ്രേംജിയുടെ മകൻ പ്രേമചേട്ടനായിരുന്നു അതിനകത്ത് ഭഗവാനായിട്ട് അഭിനയിച്ചു. അപ്പം RSSകാർ ഭയങ്കരമായിട്ട് ഇതിനെ എതിർത്ത് തുടങ്ങി. അങ്ങനെ തുടങ്ങി ഭയന്നിട്ടാണോ എന്തോന്ന് അറിഞ്ഞൂടാ, പ്രേമേട്ട ഒരു സുപ്രഭാതം മുതൽ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാടകം നിരന്തരമായി ഉണ്ട്, കളിക്കണം. അപ്പോൾ അത് ആര് കളിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ അതിനകത്ത് അന്ന് കായലാട് രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമായിരുന്നു പ്രേമേട്ടൻ പോയതിന് ശേഷം ചില നാടകങ്ങൾ കളിച്ചത്. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പം അത് പോരാ, വേറൊരാളതിന് തന്നെ വേണം എന്നുള്ള രീതി വന്ന് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ വന്നപ്പോഴാണ് സാറ് പെട്ടെന്ന് ഈ ഞങ്ങൾ എടുത്തുകൊണ്ട് പോയ വഴിക്ക് എന്നെ ശ്രദ്ധിച്ചത്. അപ്പം അപ്പം ഭഗവാൻ കാലുമാറുന്നു, ഭഗവാന്റെ ഒരു രൂപം ഏതാണ്ട് ആ രീതിയിൽ മുടിയൊക്കെ നീട്ടി വളർത്തിയൊക്കെയല്ലേ, അന്ന് മുടിയൊക്കെ ഉണ്ട്. അപ്പം മുടിയൊക്കെ നീട്ടിയപ്പോൾ അത് തോന്നി, അന്ന് അദ്ദേഹത്തിന് ചിലപ്പോൾ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കൊട്ടാരക്കര സുരേന്ദ്ര ഭവനിലാണ് അവർ ഉണ്ടായിരുന്നത്. അപ്പോൾ പാർട്ടിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടിയിലുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ബാഡ്ജൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നേ. അപ്പം അങ്ങനെ അറിയാവുള്ളൂ. അങ്ങനെ അവിടെ വന്ന് സംസാരിച്ചു.
സംസാരിച്ച് കഴിഞ്ഞിട്ട് കെ പി ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പച്ചിയുടെ മോൻ ഒരാളുണ്ട്, അയാൾ കൊല്ലം DC സെക്രട്ടറിയാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു അങ്ങനെ അന്ന് ആരാ, അപ്പം ഇവർക്കാർക്കും അറിയത്തില്ല ഇത് ആരാ എടുത്തുകൊണ്ട് പോയതെന്ന്. എടുത്തുകൊണ്ട് വന്നൊരു പയ്യനാണ്, അതാരാണെന്നാണ് ചോദിക്കുന്നത്. ഈ എടുത്തുകൊണ്ട് വന്ന പയ്യൻ എടുത്തുകൊണ്ട് വന്നതാണോ കൊണ്ടുപോയതാണോ എന്നൊന്നും അവർക്കും ആർക്കും അറിയത്തില്ല. അങ്ങനെ ഞാനൊരു ദിവസം, ഞങ്ങൾ കുട്ടപ്പണ്ണാന്നാണ് വിളിക്കുക, ഞാനൊരു ദിവസം കുട്ടപ്പണ്ണൻ്റെ വീട്ടിൽ പോയപ്പം ചന്ദ്രൻ കെ പി ചന്ദ്രൻ. അപ്പം പുള്ളി ഗേറ്റിനോടെ നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നു, സംസാരിച്ചിങ്ങനെ ഇരുന്നു. ഞാൻ എവിടെ പോകുന്നു? ഞാൻ നമ്മുടെ പാർട്ടി ഓഫീസിൽ പോകുന്നു. ഞാൻ ചെന്ത് എടാ അന്ന് തോപ്പിൽ പാസി അറിയുന്നോടെ KPSC ഞാൻ അറിയാം. അന്ന് പുള്ളി ഇവിടെ നമ്മുടെ ഇവിടെ സമ്മേളനം നടന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായപ്പം 2 പേര് പുള്ളി എടുത്തുകൊണ്ട് നമ്മുടെ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി. ആരാന്ന് ചോദിച്ചു കിടക്കാന്ന്. ഞങ്ങളാ കൊണ്ടുപോയേ പറഞ്ഞു. നീ ഞാനും രാജുവും കൊണ്ടുപോയേ എന്ന് പറഞ്ഞു. എന്നാൽ നീ പെട്ടെന്നൊന്ന് KPSC ചെല്ലും. ഞാൻ ചിന്തിനും അഭിനയിക്കാം. ഞാൻ പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാൻ അറിയത്തുമില്ല. എനിക്ക് അന്നേരം കോളേജ് പഠിക്കണോ? കഴിഞ്ഞു. ആ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പോയില്ല. അപ്പം ശോഭ ചേച്ചി KPSCയിൽ അഭിനയിക്കാനായിട്ട് പോയി. ശോഭ ചേച്ചി KPSCയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പം ശോഭ ചേച്ചി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എതിർപ്പൊന്നുമില്ലായിരുന്നു. അച്ഛൻ അങ്ങനെയുള്ള എതിർപ്പൊന്നുമില്ല. എൻ്റെ പേര് പറഞ്ഞു പോകരുതെന്ന് മാത്രമേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഈ വിവരം വിളിച്ച് അവർ പറഞ്ഞു ഇങ്ങനെ കൊട്ടായ ശ്രീധരൻ്റെ മോനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ശോഭ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവൻ്റെ അടുത്ത് വരാൻ പറയാനായി. അച്ഛൻ വിളിച്ചു, വീട്ടിൽ വിളിച്ചു ഫോൺ ചെയ്ത് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അച്ഛൻ പറഞ്ഞു നീ അഭിനയിക്കാതിരിക്കുമോ നിൻ്റെ ഇഷ്ടം. പക്ഷേ തോപ്പിൽ പാസി എന്ന് പറഞ്ഞാൽ വലിയൊരു കലാകാരനാണ്. അയാൾ നിൻ്റെ അച്ഛനായ എന്നെ വിളിച്ചിട്ട് നിന്നെ അങ്ങോട്ടൊന്ന് അയക്കണം എന്ന് പറയുമ്പോൾ പോവാതിരിക്കുക എന്ന് പറയുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഒന്ന് പോയി വന്നോളൂ. അങ്ങനെയാണ് KPSCയിൽ വരുന്നത്. KPSC ഒന്ന് നിന്ന് സാറ് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, പ്രൊഫഷണൽ നാടകത്തിനെ പറ്റി ഒന്നും അറിയത്തില്ല. അന്ന് ലളിത ചേച്ചിയൊക്കെ ഉണ്ടോ? അല്ല അവരൊക്കെ പോയി സിനിമയിലേക്ക്. അങ്ങനെ 3ാമത്തെ ദിവസം ഞാൻ സ്റ്റേജ് ചെയ്തു നാടകം, മെയിൻ റോൾ ഭഗവാനായിട്ട്. 3ാമത്തെ ദിവസം. അപ്പം സംഭാഷണം നമ്മുടെ ചെറിയ വാക്മാൻ പോലൊരു സാധനത്തിനകത്ത് ഇട്ട് തന്നിരുന്നു. അപ്പോൾ അത് ചെവിയിൽ വെച്ച് കേട്ടോണ്ടിരുന്നു. പഠിച്ചു കേട്ടോണ്ടിരുന്നു. 3ാമത്തെ ദിവസം പിന്നെ അവിടെ നേരത്തെ അഭിനയിച്ചിരുന്ന ഒരു കൂട്ടത്തിൽ വെച്ചിട്ട് ചെറിയൊരു റിഹേഴ്സൽ പോലൊക്കെ ഒന്ന് നോക്കി. സംഭാഷണം ഓർത്തിരുന്നു. അങ്ങനെയാണ് 3ാമത്തെ ദിവസം സ്റ്റേജ് ചെയ്തു. പിന്നെ KPSC തന്നെ ആയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് സിനിമക്കാരായത് ആരുണ്ടായിരുന്നു? സിനിമാക്കാർ KPSC സാബു സിനിമയിൽ വന്നു, മരിച്ചുപോയി. നമ്മുടെ CBI ഞാൻ സുകുമാരൻ ചേട്ടനെ പോലെ അഭിനയിച്ചൊരു പടത്തിനകത്ത് ഒരു മുതലാളിയായിട്ട് അഭിനയിച്ചൊരു പയ്യൻ കയറി വന്നതാണ്. പക്ഷെ പെട്ടെന്ന് മരിച്ചുപോയി. അങ്ങനല്ല പ്രശസ്തരായിരുന്നു. അതെ. എന്നിട്ടോ എത്ര കാലം KPSC? ഞാൻ KPSCയിൽ 9 വർഷം. ആണോ? അപ്പോൾ കേരളം മുഴുവൻ പോയി. ഇന്ത്യ, US പോയല്ലോ. പിന്നെ ദുബായ്. അങ്ങനെ ഫാസി സാർ അതിന് മുമ്പ് മരിച്ചു? ഇല്ല സാറുണ്ട്. അപ്പോൾ സാറിന്റെ കാല് മുറിച്ചിരിക്കുന്ന സമയം. അപ്പം പക്ഷെ പിന്നെ പതിയെ നാടകത്തിന് താല്പര്യം കുറഞ്ഞു വരുന്നത് മനസ്സിലാക്കി അല്ലേ? എനിക്കോ? അല്ല, നാടകത്തിന് കുറഞ്ഞു വരുന്നതല്ല. ഈ ഒന്നാമത്തെ കാര്യം അവിടെ വേതനം വളരെ കുറവാണ്. അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പറഞ്ഞാൽ അവർക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു നാടകം കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 30 രൂപ അത്രയും കിട്ടുള്ളൂ. ഇതൊക്കെ ഒരാൾക്കൊരു വീട് കുടുംബം കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവനവൻ്റെ കാര്യം ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ തന്നെ പൈസ വേണ്ടേ. അപ്പോൾ അത് മാത്രമായിരുന്നു KPSCയിലുണ്ട് ആകപ്പാടുണ്ടായിരുന്ന നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴത്തേക്കും ബാക്കി കരിയറൊക്കെ പോലീസ് ഓഫീസർ ആഗ്രഹമൊക്കെ പോയി. അതൊക്കെ പോയി. എന്നുവെച്ചാൽ പോലീസ് ഓഫീസർ ഒന്നും നടക്കൂല. SI ആയനെ അല്ലേ? വലിപ്പം വെച്ചിട്ട് ആവാമായിരുന്നിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ സിനിമയിൽ ഒരുപാടായി. നമ്മൾ ആഗ്രഹിക്കാത്ത വേഷങ്ങളും ചെയ്തല്ലോ. എന്നിട്ട് ഞാൻ ആകപ്പാടെ ചെയ്യാറുന്നത് തിരുമേനിയുടെ വേഷമായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. അതിപ്പം ഞാൻ ചെയ്തു. അത് ആരുടെ പടമായിരുന്നു? MA നിഷാദിന്റെ പടം. അത് ഇറങ്ങിയോ? ഇല്ല, അതിന്റെ ഡബിങ്ങാ ഉള്ളത്. ബിഷപ്പ്. അപ്പൊ ഞാൻ അതുവരെ ചെയ്തു. ഞാൻ ബിഷപ്പ് വില്ലനാണോ? അല്ലല്ല, ബിഷപ്പ് ഒരിക്കലും വില്ലനല്ല. അങ്ങനെ എന്നിട്ട് ഇതിന്റെ ഇടയിൽ ഇത് കഴിഞ്ഞിട്ടാണോ അപ്പൊ ഈ രാംദേവ സ്പീക്കിംഗിൽ വരുന്ന അവിടെ ഉള്ളപ്പോഴാണ്? അല്ലല്ല, ഞാൻ സംഘചേതനയില് സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞ നാടകം അഭിനയിക്കുന്നത്.
അപ്പം സ്വാതിരുന്നാൾ എന്നുള്ള നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സിദ്ദിഖ് ലാൽ സാറും. അതിനു മുമ്പ് വേറെ സിനിമ സീരീസിൽ അഭിനയിച്ചിട്ടില്ല, മറ്റേ ചെറിയ സിനിമ ചെറുപ്പത്തിൽ അഭിനയിച്ചേ ഉള്ളൂ, അല്ലാതെ വേറെ അഭിനയിച്ചില്ല. ഇല്ല ഇല്ല. പിന്നെ എങ്ങനെ ഇതിലേക്ക് വരുന്നത്? അപ്പം ഞാൻ ചവറയിൽ ഒരു കോളേജിൽ നാടകമുണ്ട്. അപ്പോൾ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുമ്പ് ഞങ്ങളെല്ലാം കൂടെ നേരത്തെ എത്തി ഞങ്ങളെല്ലാം കൂടെ ചുമ്മാ റമ്മി കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞ് രണ്ടുപേർ കാണാൻ വന്നേക്കുന്നത്. അപ്പം ഈ കാണാൻ വരുന്നവരെന്ന് പറയുമ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന 2 പാസിന് വേണ്ടിയിട്ടാണ്. അതെ, അന്നത്തെ പ്രധാന 2 പാസ് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ് കിട്ടിയാൽ ഫ്രണ്ട് ഇരിക്കാമല്ലോ എന്നുള്ള സംഭവം. ഞാൻ പറഞ്ഞ ആരാണ്ടോ പാസിന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സിദ്ദിഖും ലാലും. അപ്പം ലാലിനെ സിദ്ദിഖില്ല, ലാലും ആൻ്റണി എന്ന് പറഞ്ഞിട്ട് വേറൊരാളും. അപ്പം ലാലിനെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈ ഞങ്ങളുടെ നാടകം കഴിഞ്ഞ് ചിലപ്പോൾ ഇവരുടെ പ്രോഗ്രാം കലാഭവൻ്റെ പ്രോഗ്രാം അല്ലെങ്കിൽ കലാഭവനെ കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളുടേത് വരുന്നത്. അപ്പം അങ്ങനെ കണ്ടു പരിചയമുണ്ട്. അപ്പം ഞാൻ ഫാസിൽ സാറിൻ്റെ അസോസിയേറ്റാണ്. ഞാൻ പറഞ്ഞ ഞാൻ ഇന്നിരിക്കും, ഞാൻ പാസ്സല്ല. പിന്നെ സാറൊരു പടം ചെയ്യുന്നു, അതിൽ ഹീറോ ആയിട്ട് താങ്കളെ വെച്ചാൽ കൊള്ളാവുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ ആലോചിച്ചു, ബെസ്റ്റ് ഫാസിൽ സാർ അതെ നായകനായിട്ട് സാറിൻ്റെ പടത്തിൽ ഈ നാടകത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ വിളിച്ചിടാം. ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ, നമ്പറുണ്ടോ? ഞാനില്ല, PP നമ്പറേ ഉള്ളൂ. ആ നമ്പറും തരാമോ? ഓ, PP നമ്പർ പോയി. ഞാൻ നാടകം കാണുന്നില്ല. ഇല്ലില്ല, അവർ പോയി. അത്രേ ഉള്ളൂ. അതിൻ്റെ എനിക്കൊന്നുമില്ല. ഞാൻ നാടകം കളിച്ചോണ്ടിരുന്നു. ഒരു ദിവസം ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഫോൺ അപ്പുറത്ത് ലത്തീക്ക എന്ന് പറഞ്ഞിട്ടൊരു വീടുണ്ടായിരുന്നു അവിടെ. PP യൂസഫിക്ക. അവിടെ ചെന്നു. യൂസഫിക്കയുടെ വീട്ടിൽ ചെന്നപ്പം അവിടുന്ന് ഫോൺ എടുത്ത് സംസാരിച്ചപ്പോൾ ഇങ്ങനെ രാജൻ കുന്നംകുളമാണ്, മരിച്ചുപോയി പാവം, എക്സിക്യൂട്ടീവ് ആയിരുന്നു. അപ്പോൾ കുന്നംകുളമാണ്. ഒന്ന് മദ്രാസ് വരെ വരാൻ പറ്റുമോ? ഫാസിൽ സാറിനൊന്ന് കാണാനാണ്. ഞാൻ മദ്രാസിൽ എവിടെ വരാൻ? ആ മദ്രാസിൽ നിന്ന് ഞാൻ പോയിട്ടൊന്നുമില്ല. നാടകത്തിന് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ മലയാളി അസോസിയേഷൻ നാടകത്തിന് നമ്മളെ വണ്ടിക്കകത്തല്ലേ വന്നേ. അന്ന് അച്ഛനുണ്ടോ? ഇല്ല. അങ്ങനെ മദ്രാസിൽ പോയി. അപ്പം കാർത്തിക്കും ഖുഷ്ബുവായിട്ടൊരു പടം, അത് റിലീസിങ്ങിൻ്റെ സമയമാണ്. അപ്പം എല്ലാവരും ഭയങ്കര ബിസിയാണ്. അപ്പം സുഖുവേട്ടൻ്റെ ഒരു മദ്രാസിൽ വീടുണ്ടായിരുന്നു. അവിടെ വാടകയ്ക്കാണ് ആ വീടാണ് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. അങ്ങനെ കണ്ടു, ഫാസ്റ്റ് സാർ കണ്ടു, നോക്കി ഒരു തടി അല്പം കുറയ്ക്കണം. അപ്പം ഞാൻ ഈ ഒരു ബിസിയായി പോയതുകൊണ്ടാണ്. അപ്പം ഞാൻ വിളിക്കാം കേട്ടോ. ഓ, ഞാൻ ഇതെന്തോന്നിത് ഇത്രയും പറയാനാണ് ഈ ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരെ. എന്നെ അവിടുന്ന് മദ്രാസിൽ നിന്ന് ഇവിടം വരെ വിളിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് നോക്കിയിട്ട് അന്ന് രാവിലെ എത്തി, വൈകുന്നേരത്തെ ട്രെയിനിൽ തിരിച്ച് കയറ്റി വിടും. മനുഷ്യനും നടുപൊടിഞ്ഞിട്ട്. അന്ന് ഫസ്റ്റ് ക്ലാസ് AC ഒന്നും അല്ല, ഇത് ഞാൻ സെക്കൻഡ് ക്ലാസ്സിലാണ് പോകുന്നത്. കുലുങ്ങി ഈ മര സീറ്റിലൊക്കെ ഇരുന്നിട്ടേ അതിനുള്ള പൈസ ഉള്ളു കയ്യിൽ. അങ്ങനെ ചാടി പിടിച്ച് അവിടെ പോയിട്ട് അതേ അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരത്തെ ട്രെയിനകത്ത് തിരിച്ച് ഇങ്ങോട്ട് ഇട്ടിട്ട് അങ്ങനെ വന്നു നിന്നു. പിന്നെ എനിക്കൊന്നുമില്ല, ഞാൻ നാടകത്തിൽ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഇടത് മുട്ടിന് ഒരു വേദന വന്നു. അന്ന് ഒരു നല്ല വേദന. അതായത് അപ്പോൾ ആദ്യം സിനിമയ്ക്ക് മുമ്പേ വേദനയുണ്ട്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം ചിലപ്പോൾ 2 നാടകം 3 നാടകം 5 നാടകം വരെ കളിച്ച ദിവസങ്ങളുണ്ട്. പിന്നെ വെയിറ്റും കൂടുതലായിരുന്നു. അത് മാത്രമല്ല, നിപ്പ് തന്നെയാണ്. ഈ നമ്മുടെ വലിയ വണ്ടിയാണെങ്കിൽ പോലും സീറ്റുകൾ തമ്മിലുള്ള വലിയ അകൽച്ചയൊന്നുമില്ല. അതിനകത്ത് തന്നെ ഈ കുത്തിയിരിപ്പം ഇത് തന്നെയല്ലേ വർഷങ്ങളായിട്ട് നടക്കുന്നത്. അതൊക്കെ ആയിരിക്കും. ഞാൻ പത്തനാപുരത്ത് നമ്മുടെ ഒരു കുടുംബ ഡോക്ടറുണ്ട്, ജോൺ ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് തൊട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഈ വെയിനിൽ 2-3 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അത് ഒരു ദിവസം ഇടവിട്ട് ഇഞ്ചക്ഷൻ എടുക്കും. ഞാൻ അയ്യോ, നാടകം നടക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ, നമുക്ക് കുറേ ഉള്ളത് ഇതാണ്. അവസാനം ഞാൻ വിളിച്ചു പറഞ്ഞു കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ആയിക്കോ എന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് വേറെ ഏതോ നാടകമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർക്ക് സംഘടന കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് വേദനയും കൊണ്ട് കൂടിയിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ വേദനയും കൊണ്ട് കൂടിയിട്ട് എനിക്ക് നിൽക്കാനും ഇരിക്കാനും വയ്യാതായിപ്പോയി. അങ്ങനെ മുരളി സാറും പിറപ്പങ്കോട് മുരളി എന്ന് പറഞ്ഞിട്ട് CPMന്റെ CPIയുടെ അതെ മലയായിരുന്നു അദ്ദേഹവും പിന്നെ ഉണ്ടുണ്ട് എല്ലാം കൂടെ വന്നിട്ട് എൻ്റെ അടുത്ത് എങ്ങനെയാ സായി ഇപ്പോൾ? ഞാൻ പറഞ്ഞു, സാർ എനിക്കിതാണ് അവസ്ഥ, നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്,
വേദനയാണ്, നടക്കാൻ ബുദ്ധിമുട്ടല്ല, വേദന. ഞാൻ ഡോക്ടർ പറഞ്ഞു ഞാനിപ്പം പോകാൻ പറയില്ല, അയാൾക്ക് പടങ്ങ് അയാൾ പോയിക്കോട്ടെ എന്നത്. അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഒരു 2 ദിവസം കൂടെ നോക്കാം. നോക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, സാറ് എനിക്ക് ഇതൊന്നും മാറുന്ന വരയ്ക്കും വേറൊരാളെ ഒന്ന് വയ്ക്കാൻ പറ്റുമോ? ഒരു ആര്, അങ്ങനെയാണ് ഋഷഭാബയുടെ പേര് പറഞ്ഞു. അപ്പം ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്, പക്ഷേ പ്രൊഫഷണൽ വലിയ ട്രൂപ്പുകളിലൊന്നുമില്ല, ചെറിയ സംഭവങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ ആലപ്പുഴയിൽ KPSC നാടകം കളിക്കുന്ന സമയത്ത് അമച്വർ നാടക വേദിയിലെ അഭിനയത്തിന് നല്ല നടനുള്ള ആ ക്ലബിൻ്റെ അവാർഡ് ഋഷഭാബയ്ക്കായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം കണ്ടു, അപ്പോൾ നോക്കിയപ്പോൾ ഏകദേശം എന്നെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അത് ആരാണ് എന്ന് ഞാൻ നോക്കി, അതാണ് പരിചയം ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിനോയി എന്ന് പറഞ്ഞിട്ട് KPSC തബല വായിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ഡിനോയ്ക്ക് അവൻ ഇവിടെ നായരമ്പലത്ത് താമസിക്കുന്നത്, ഡിനോയ്ക്ക് ഇവനെ അറിയാം, ഋഷഭാബയെ അറിയാം. അങ്ങനെയാണ് ഋഷഭാബ എന്നുള്ള ആളാണ് ഇങ്ങനെ ചെറിയ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്നതെന്ന് അറിയുന്നത്. ആ ഒരു ഓർമ്മ അപ്പോൾ വന്നപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ ഫോർട്ട് കൊച്ചിക്ക് അടുത്താണ്, ഋഷഭാബ എന്നാണ് പേര്. അങ്ങനെ അവരന്വേഷിച്ച് വന്നപ്പം ഋഷഭാബ അവരെ ഹാപ്പിയായി. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ സന്തോഷം. അപ്പം ഞാൻ വരുന്നവരേക്ക് എന്ന് പറയാൻ തന്നെയാണ് പറഞ്ഞത് എത്തിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഋഷഭാബയായി പുതിയ ഭഗവാനല്ല സാധിരുന്ന. അങ്ങനെയാണ് നാടകത്തിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്കപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് വീണ്ടും ബാബു സാറിൻ്റെ അവിടെ നിന്ന് ആലപ്പുഴ ബ്രദേഴ്സിൽ വരാമെന്ന് ചോദിക്കുന്നു. അങ്ങനെ വരുന്നു. പിറ്റേ ദിവസം ഉദയ സ്റ്റുഡിയോ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഓടുന്നതും ചാടുന്നതും പിടിക്കുന്നതായിട്ട് 2-3 ഷോട്ടുകളൊക്കെ എടുത്തു. അപ്പം എന്നിട്ട് സങ്കടപ്പെടുന്ന സോണൊക്കെ എടുത്തു. അപ്പോൾ സങ്കടപ്പെടുന്ന ഞാൻ ഓടി വന്നിട്ട് നിന്ന് സങ്കടപ്പെട്ട് വരണം. ഓടി കഴിഞ്ഞപ്പോൾ കാലിൻ്റെ വേദന അസൽ വേദനയായിരുന്നു. അതുകൊണ്ട് ഗ്ലിസറിനൊന്നും ഇല്ലാതെ എനിക്ക് കരയാൻ പറ്റി അടുത്ത ഷോട്ടിൽ. അപ്പോൾ ഇതൊക്കെ വിചാരിച്ചു ഇവനിൽ ഭയങ്കരമായിട്ടൊരു അഭിനേതാവ് ഉറങ്ങി കിടക്കുന്നുണ്ടൊക്കെ എന്ന് പറഞ്ഞ രീതിയിൽ പിറ്റേ ദിവസം രാവിലെ 2001 രൂപ ഫാസിൽ സാർ എനിക്ക് അഡ്വാൻസ് തരുന്നു. എന്നിട്ട് പറയുന്നു, അന്നൊരു നാടകത്തിന് എത്ര കിട്ടും? അന്നൊരു നാടകത്തിന് എനിക്ക് സംഘടനയിലായിരുന്നപ്പം 600 രൂപ, 400 പ്ലസ് റൂമിൻ്റെ പൈസയും ഫുഡിൻ്റെ പൈസയും കൂടി ചേർത്ത് 600 രൂപ. 2000 ഓക്കെ. അങ്ങനെ അവിടെ തുറക്കുന്ന സമയത്ത് അറിയിക്കാം, കുറച്ചുകൂടെ വണ്ണമൊന്ന് കുറച്ചൊക്കെ സഹിക്കുന്നു. അപ്പോൾ ശരി, പിന്നെ ഞാൻ വണ്ണമൊക്കെ കുറച്ച് അവിടെ ചെന്നു. അങ്ങനെയാണ് രാംജി ചോദ്യം, ഈ ക്യാരക്ടറിൽ തന്നെ അവരെത്തപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു? അല്ല, ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് അഭിനയിപ്പിക്കുന്ന വാശിയല്ല, ഇവിടെ സിനിമ നടൻ പറ്റില്ലാത്തതുകൊണ്ടാണോ? അതൊന്നുമല്ല. ഇവരിത് സിദ്ദിഖ് ലാൽ സാറ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ലാൽ സാറിന് മോഹൻലാലിന് വേണ്ടിയിട്ടാണ് ഈ സബ്ജക്റ്റ് തന്നെ അവർ എടുത്തത്. അപ്പം പുതിയ ആൾക്കാരായതുകൊണ്ടും എന്തോ ലാൽ സാറിൻ്റെ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളായതുകൊണ്ട് അതങ്ങോട്ട് മാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് ജയറാമിനെ ഫിക്സ് ചെയ്യുന്നു. ജയറാം അടുത്ത മാസം ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത മാസം ചെയ്യാം, അല്ലെങ്കിൽ 2-3 മാസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു 3-4 പ്രാവശ്യം ഇവരെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അവസാനം ഇവരിലുള്ളൊരു വിശ്വാസക്കുറവായിരിക്കാം, എന്ന് വെച്ചാൽ പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ ഇവർ. അപ്പം അങ്ങനെ ജയറാം ഇങ്ങനെ മാറി കളിച്ചപ്പം ഫാസിൽ സാറ് പറഞ്ഞു ഒരു പുതിയ ഒരാളെ ഇട്ട് ചെയ്തൂടെ. അപ്പോൾ പുതിയതാര്? ഫാസിൽ സംവിധാനം പുതുതായിട്ട് സംബന്ധിച്ചു. പക്ഷെ ഫാസിലായപ്പോലും വെറുതെ ഒഴിവാക്കുക. ഫാസിൽ സാറായിരുന്നല്ലോ സംവിധാനമൊന്നും അല്ല. ഇവർ വെറുതെ പറഞ്ഞാ സിദ്ദിഖ് ലാലാണ് ചെയ്യുന്നത്. ഇനി സിദ്ദിഖ് ലാലാണെന്ന് പറയുമ്പോൾ ഞങ്ങളാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ ഇല്ലെന്ന് പറഞ്ഞ നാടകക്കാരല്ലേ. അതിന് ഫാസിൽ സാറിന്റെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞിട്ടാണെങ്കിലല്ല നമ്മൾ ആണെന്ന് തോന്നുള്ളൂ. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആദ്യം. അങ്ങനെ പുതിയ ഒരാളുടെ ഇട്ട് ചെയ്ത് നോക്കിക്കൂടെ? അപ്പോൾ പുതിയ ആൾക്കാർ ആരാന്ന് ചോദിക്കുമ്പം ഈ ലാൽ സാറിൻ്റെ കൂടെ അന്ന് വന്ന് ആൻ്റണി എന്ന് പറഞ്ഞ ഒരാളില്ലേ, അയാൾ നാടകം കാണാനായിട്ട് നമ്മുടെ എറണാകുളത്ത് നമ്മുടെ ഈ ഫൈനാൻസ് ഹാളിൽ നാടകം കാണാനായിട്ട് വരും. അങ്ങനെ എനിക്കും ആൻ്റണിക്കും അറിയാം. അപ്പോൾ ആൻ്റണി ഇങ്ങനെ ലത്തീഫ് ഖാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. അദ്ദേഹം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസറാണ്, വർഷങ്ങളായിട്ടുള്ള പ്രൊഡ്യൂസറാണ്. അപ്പോൾ പുള്ളി എടുത്ത് വന്നിങ്ങനെ സായി കുമാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, KPSCയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുത്ത അതാരാ എന്ന് വെച്ചാൽ അങ്ങനെ അന്വേഷിച്ചപ്പോൾ KPSCയിൽ അന്വേഷിച്ചപ്പോൾ KPSCയിൽ ഉണ്ടായിരുന്നു സായികുമാർ, ഇപ്പം KPSCയിലല്ല. എവിടെയാണ് പുള്ളിയുടെ വീട്? അത് കൊട്ടാരക്കര. അത് കൊട്ടാര ശ്രീധരനാരുടെ മോനാണെന്ന്. അങ്ങനെയാണ്
ലത്തീക്ക പോയിട്ട് പാച്ചിക്കെടുത്ത് പറയുന്നത്, എന്നാൽ നിങ്ങൾ പോയി ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോവാ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറയുന്നത്. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ആ സിനിമയിലെ ഒരു അന്തരീക്ഷം എന്നതായിരുന്നു ഷൂട്ടിങ്ങിൽ? അവിടെ നമുക്ക് ഷൂട്ടിംഗ് ആണെന്നൊന്നും തോന്നിയിട്ടൊന്നുമില്ല. എല്ലാവരും വളരെ വളരെ ഫ്രണ്ട്ലിയാണ്. എന്നുവെച്ചാൽ ഇവർ രണ്ടുപേരും പുതിയ ആൾക്കാരാണ്, സിദ്ദിഖും ലാലും. ഞാനും പുതിയ ആൾക്കാരാണ്. അവർക്ക് വർക്ക് ചെയ്ത ശീലമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ അന്ന് ഭയങ്കര കത്തിക്കയറി നിൽക്കുന്ന സമയമൊന്നുമല്ല. പിന്നെ മുകേഷും എന്താണ് നമ്മുടെ മോഹൻലാലിൻ്റെ കൂട്ടത്തിലുള്ള ആൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ നായക വേഷങ്ങൾ അങ്ങനെ ചെയ്ത് നിൽക്കുന്ന സമയങ്ങളാണ്. പിന്നെ ഉണ്ടായിരുന്നത് ദേവേട്ടൻ, കുഞ്ചേട്ടൻ ഒക്കെയാണ്. അപ്പോൾ അവരെല്ലാവരും ഒരു കുട്ടേട്ടൻ, വിജയരാഘവൻ. അപ്പം ഇവരെല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ്റെ മോനെന്ന് പറയുന്ന ഒരു സ്നേഹം, നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ തന്നെ ശ്രീചേട്ടൻ്റെ മോനാണെന്നുള്ളൊരു ഒരു സ്നേഹവും വാത്സല്യം അവർക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്തുണ്ട്. രഞ്ജിനിയല്ല, രേഖ. രേഖ തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ മലയാളത്തിൽ ആദ്യമായിട്ടാണ്. അപ്പം അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ പുതിയതാണ്, അതിൻ്റെ ഫൈറ്റ് മാസ്റ്റർ പുതിയതാണ്. അങ്ങനെ ഒരുപാട് പുതുമകളുള്ളൊരു പടം. മാറ്റമായിരുന്നു സിനിമയിലെ ഒരു പുതുമ, പൊളിച്ചെടുക്കലായിരുന്നു. അങ്ങനെ വന്നു, അങ്ങനെയാണ് സിനിമ വന്നു. വളരെ നല്ല സൗഹൃദത്തിൽ പോയി. അപ്പോഴും ഈ കഴിഞ്ഞപ്പോഴേ അറിയാമായിരുന്നു സിനിമ ഹിറ്റ് ആവുമെന്ന് അറിയായിരുന്നു? നമ്മൾ തന്നെ നമുക്ക് ഒരുപാട് ചിരി വന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. നമ്മളിത് പറഞ്ഞു ഇതിന്റെയൊക്കെ പിന്നിൽ അവര് തന്നെ, വേറെ ആരുടെയും കയ്യില്ല. ഈ ഒരു ഡയലോഗ് അല്ലെങ്കിൽ പകരം ഓർ എന്നിട്ടിട്ട് വേറൊരു ഡയലോഗ് കൂടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയിരിക്കുന്നത് അത്ര സൂക്ഷ്മത എഴുതിയിരിക്കുന്നത്. സിദ്ദിഖിന്റെ ആണോ ലാലിന്റെ ആണോ? രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. രണ്ടുപേരും രണ്ട് തരത്തിലാണ്. ഈ ഫൈറ്റ്, ഡാൻസ് കാര്യങ്ങൾ ഒക്കെ ലാലിന്റെ സംഭവത്തിലൂടെ പോകും. തമാശ സിദ്ദിഖിന്റെ പോകും. സെന്റിമെന്റ്സ് ലാലും സിദ്ദിഖും അപാര കഴിവാണ്. അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ഈ ആദ്യ സിനിമ തന്നെ സൂപ്പർ ഹിറ്റ് ആവുന്നു. ആദ്യ സിനിമയും സൂപ്പർ ഹിറ്റ് ഒന്നും ആയില്ല. അപ്പോൾ 7 ദിവസമൊന്നും ആളെ ഉണ്ടായിരുന്നില്ല. ഒറ്റ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. ഞാൻ വിളിച്ച് ചോദിച്ചു നോക്കുമ്പം ഞാൻ ഈ രാജകുന്നംകുളത്തിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ബാബു സേട്ട്, ബാബുവിനെയൊക്കെ വിളിച്ചിട്ട് ചോദിക്കും എങ്ങനെയുണ്ട്. ആളില്ല സായി, കഴിഞ്ഞ ഷോയ്ക്ക് 20 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പിന്നെ ഫാസിൽ സാറിൻ്റെ ഒരു കെയർ ഓഫ് കൊണ്ട് ഒരാഴ്ച ഒന്ന് നോക്കാം. ഓ, അപ്പോൾ ഞാൻ പുതിയ സമിതി ഏത് എന്ന് അന്വേഷിച്ചു. നാടകത്തിലേക്ക് തന്നെ പോകണമല്ലോ. അങ്ങനെ മൂത്ത ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കാര്യം എന്ത്? ഞാൻ എൻ്റെ ഒരു എൻഫീൽഡ് ഉണ്ടായിരുന്നു, ഞാൻ അതും എടുത്തുകൊണ്ട് നേരെ ചിന്നക്കട പെട്രോൾ പമ്പിൽ ഒന്ന് ഡീസൽ അടിക്കാൻ നിന്നപ്പോൾ ഭയങ്കര ക്യൂ. പടം മാറി, വേറെ ഏതോ പടം. ഞാൻ ഇത് അടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് ബാലകൃഷ്ണ എന്നൊരു വിളി കേൾക്കുന്നത്. ഞാൻ നോക്കുമ്പം ഈ തിയേറ്ററിൽ നിന്ന കംപ്ലീറ്റ് ആൾക്കാരും ഇങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് കൂടിയിട്ട് ചിന്നക്കട അങ്ങോട്ട് ബ്ലോക്കായിട്ട് അവസാനം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്നിട്ട് എന്നെ എടുത്ത് ജീപ്പിനകത്തും കയറ്റി ബൈക്ക് ഓടിച്ചുകൊണ്ട് പുറകെ വന്നിട്ട് ഇമാർ വൃത്തിയുടെ പരിപാടി കാണിക്കരുത് മേല്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് എന്താ പറ്റിയതെന്ന്. പിന്നെ ഞാൻ ബാബുവിനെ വിളിച്ചപ്പോൾ ബാബു പറയുന്നത് അണ്ണാ സൂപ്പർ ഹിറ്റ് അണ്ണാ. അതിനങ്ങനെ എത്ര ഗ്യാപ്പിന് ശേഷം വന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതെ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്നസെൻ്റ് ഏട്ടനെ അങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും അറിയത്തില്ല. മുകേഷിനെ മാത്രമാണ് അതിനകത്ത് അറിയാവുന്നത്. ദേവേട്ടനെ അറിയാം. ദേവേട്ടൻ വില്ലൻ വേഷങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഈ സായികുമാർ എന്ന് പറഞ്ഞ അയാളുടെ മോന്തയും രേഖ എന്ന് പറഞ്ഞ തമിഴ് മുഖമുള്ള ഒരു പെണ്ണിൻ്റെ മോന്തയും കൂടെ കൊണ്ടുവച്ചാൽ പുതിയത് സിദ്ദിഖ് ലാൽ, അതാരാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഇത് ഏത് പടം ഇത്? റാംജി റാവു സ്പീക്കിംഗ്. അതുകൊണ്ട് ആരും മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു ഏറ്റവും. ഒരു 5-ാമത്തെ 6-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ഈ കയറിയ തിയേറ്ററിൽ കയറിയ അതേ ആൾക്കാർ അടുത്ത ഷോയ്ക്ക് കയറാനായിട്ട് പുറത്ത് വെയിറ്റിംഗ് ആണ്. അങ്ങനൊരു പോക്ക് പോയതാണ് ആ പടം.